എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കേട്ടറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 1-നും 2-നും മാത്സിൻ്റെ ഭാഗത്ത് നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാറ്റഗറി 1-നും 2-നും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ വയസ്സുകളുടെ തുക, ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 150 ആണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ വയസ്സുകളുടെ ശരാശരി എത്രയായിരുന്നു? അപ്പൊ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്ന ഐഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാല്. അപ്പൊ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ സമ്മിനെ, ഒരു ക്ലാസ്സിലെ മൊത്തം ശരാശരി മാർക്കിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലെ മൊത്തം മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ സമ്മിനെ എണ്ണം കൊണ്ട് ഹരിച്ചതാണ് ശരാശരി എന്ന് പറഞ്ഞാൽ അല്ലെ. ടോട്ടൽ തുക ബൈ എണ്ണം അല്ലെങ്കിൽ സം ബൈ നമ്പർ ആണ് ശരാശരി. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 10 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് തന്നിട്ടുള്ളത്, 150 ആണ്. അപ്പൊ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. തുക എന്ന് പറയുന്നത് 150 ആണ്. അപ്പൊ ഈ ക്ലാസ്സിലെ 10 കുട്ടികളുടെയും വയസ്സുകളുടെ ശരാശരി നമുക്കറിയാം. ശരാശരി വയസ്സെന്ന് പറഞ്ഞാല് തുക 150 ബൈ എണ്ണം എത്രയാണ്? 10 ആണ്. 150 ബൈ 10 15 എന്ന് കിട്ടും അല്ലെ. പക്ഷെ നമ്മളുടെ ചോദ്യം അതല്ല. 4 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ശരാശരി എത്രയായിരുന്നു? നമുക്കറിയാം ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ശരാശരി ഇത്രയാണ് എങ്കിൽ 4 വർഷങ്ങൾക്ക് മുമ്പോ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി, ആ ഗ്രൂപ്പിന്റെ ശരാശരി കാണാൻ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്താണ്? 4 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നിലവിലെ ശരാശരി എത്രയാണോ ആ ശരാശരിയിൽ നിന്നും 4 കുറച്ചാൽ മതി അല്ലെ. 4 മൈനസ് ചെയ്താൽ മതി. 15 മൈനസ് 4 11. ഇനി 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി ആണെങ്കിലോ 15 പ്ലസ് 4 ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക, 19. ഓക്കെ അല്ലെ. അപ്പോ 15 ആണ് നിലവിലെ ശരാശരി. 4 വർഷങ്ങൾക്ക് മുൻപുള്ള ശരാശരിയാണ് കാണേണ്ടതെങ്കിൽ 4 കുറയ്ക്കുന്നു, ആൻസർ എന്ത് വരും? 11 വരും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 11 ആയിരിക്കും. ഇനി 4 വർഷങ്ങൾക്ക് ശേഷമാണ് കാണേണ്ടതെങ്കിൽ 15നോട് ഞാൻ എന്ത് ചെയ്യും? 4 ആഡ് ചെയ്യും, 4 കൂട്ടും, എനിക്ക് 19 കിട്ടും. ഇനി 3 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞാൻ 3 ആഡ് ചെയ്യും, 18 കിട്ടും. ഓക്കെ അല്ലെ. അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണാണ്. 4 വർഷങ്ങൾക്ക് മുൻപോ ശേഷോ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ശരാശരി നിലവിലെ ശരാശരിയിൽ നിന്നും ആ എത്ര വർഷമാണോ മുന്നോട്ടോ പിന്നോട്ടോ, മുന്നോട്ടാണെങ്കിൽ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, മുന്നോട്ടാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, പിന്നോട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. റെഡി അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? 11 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എയുടെ B ശതമാനത്തിന്റെയും ബിയുടെ A ശതമാനത്തിന്റെയും തുക AB-യുടെ എത്ര ശതമാനമാണ്? നമുക്ക് ശതമാനം കാണാൻ അറിയാം അല്ലെ. ഇപ്പൊ ഒരു നമ്പർ നമുക്ക് തന്നിട്ട് 1200ന്റെ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? 1200ന്റെ 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ് അല്ലെ. 1200ന്റെ 10% എന്ന് പറഞ്ഞാൽ 1200 ഇൻറ്റു 10/100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ B ശതമാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയുടെ B ശതമാനം, റെഡി അല്ലെ? A ഇൻറ്റു B/100, എയുടെ B ശതമാനം, അതിൻ്റെയും ബിയുടെ A ശതമാനം എന്ന് പറഞ്ഞാൽ B ഇൻറ്റു A/100. ഓക്കെ, ബിയുടെ A ശതമാനം എന്ന് പറഞ്ഞാൽ B ഇൻറ്റു A/100. ഇതിന്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇതിന്റെ തുക ഇവിടെ A ഇൻറ്റു B/100 എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ AB/100 എന്ന് എഴുതിക്കൂടെ. പ്ലസ് B ഇൻറ്റു A എന്ന് പറഞ്ഞാലും അത് എന്തെന്നെയാണ്? AB തന്നെയാണ് അല്ലെ. AB/100. ഇതെനിക്ക് എങ്ങനെ എഴുതാം? AB പ്ലസ് AB 2AB ബൈ ഡിനോമിനേറ്റർ സെയിം അല്ലേ, 100 തന്നെയാണ്, 2AB/100 എന്ന് വരും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? AB-യുടെ എത്ര ശതമാനമാണ്? അതായത് 2 ഇൻറ്റു, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? AB ഇൻറ്റു 2/100 എന്ന് എഴുതിക്കൂടെ. AB 2AB എന്നുള്ളത് AB ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പൊ AB ഇൻറ്റു 2/100. അപ്പൊ AB-യുടെ എത്ര ശതമാനമാണ്? 2% അല്ലെ. അപ്പൊ എയുടെ B ശതമാനത്തിന്റെയും ബിയുടെ A ശതമാനത്തിന്റെയും തുക
AB-യുടെ എത്ര ശതമാനമാണ്? 2%. അപ്പൊ ആൻസർ എന്താണ്? 2%. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പില് ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തൊരു കാര്യം ശ്രദ്ധിച്ചേ. എയുടെ B ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? AB/100 ബിയുടെ A ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? BA/100 അതെന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? AB/100 അത് രണ്ടും എന്തെന്നെയാണ്? സെയിം ആണ്. അതായത് എയുടെ B ശതമാനവും ബിയുടെ A ശതമാനവും എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പം ചോദ്യം ഇങ്ങനെയാണെങ്കിൽ എയുടെ B ശതമാനത്തിന്റെയും ബിയുടെ A ശതമാനത്തിന്റെയും വ്യത്യാസം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം രണ്ട് സെയിം ആണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 0 ആണ്. ഇനി എയും ബിയും മാറ്റിയിട്ട് എനിക്ക് നമ്പേഴ്സ് ആയിട്ടും ചോദിക്കാലോ. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ് 36ന്റെ 75%ന്റെയും 75ന്റെ 36%ന്റെയും വ്യത്യാസം എത്രയായിരിക്കും? നമ്മളിവിടെ 36ന്റെ 75%, 75ന്റെ 36% ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട അല്ലെ. അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. എയുടെ B ശതമാനത്തിന്റെയും ബിയുടെ A ശതമാനത്തിന്റെയും വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ അതിന്റെ തുക എന്ന് പറയുന്നത് AB-യുടെ 2% ആയിരിക്കും, വ്യത്യാസം 0 ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. 4 ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പൊ ആദ്യത്തേത് എന്താ? 51 ഒരു അഭാജ്യ സംഖ്യയാണ്. 51 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? പ്രൈം നമ്പർ ആണ്. ഓക്കെ, പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു സംഖ്യ അഭാജ്യമാവണമെങ്കിൽ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം 2 ആയിരിക്കണം. അതായത് 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ 51ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 51ഉം മാത്രമാണോ? അല്ലെങ്കിൽ 51നെ എനിക്ക് വേറെ ഒരു സംഖ്യയോട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയാണോ? 51 നമുക്ക് ഉറപ്പിച്ചു പറയാം ആരുടെ ഘടകമാണ്, അല്ലെങ്കിൽ 51ന്റെ ഒരു ഘടകമാണ് ആര്? 3 എന്ന് പറയുന്നത് അല്ലെ. ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ നമുക്ക് അറിയാം. അതിന്റെ ഒരു എളുപ്പ വഴി ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക കണ്ടുപിടിച്ച് ആ തുക എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായാൽ എനിക്ക് പറയാം 51 ആരുടെ ഗുണിതാണ്? 3ന്റെ ഗുണിതാണ്. ഇവിടെ 5 + 1 എന്താ വരിക? 6 ആണ് അല്ലെ. 6 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതാണ്. അപ്പൊ 51ന്റെ ഒരു ഘടകമാണ് ആര്? 3 അല്ലെ. അപ്പൊ 51 അഭാജ്യ സംഖ്യ ആവോ? കാരണം 51ന്റെ ഘടകം 1ഉം 51ഉം അല്ലാതെ വേറൊരാൾ കൂടി വന്നു. അതാരാണ്? 3. അപ്പൊ 51 അഭാജ്യ സംഖ്യ ആണ് എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഓക്കെ അല്ലെ. ഇനി 6413 എന്ന സംഖ്യ 3ന്റെ ഗുണിതമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലെ അക്കങ്ങളുടെ തുക കാണുന്നു, 3ന്റെ ഗുണിതമാണോ നോക്കുന്നു. ഇവിടെ 6, 4, 1, 3 കൂട്ടിയാൽ എനിക്ക് എന്താ വരിക? 6 + 4 + 1 + 3 എന്ത് വരും? 10, 11, 14. ഈ 14 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പൊ 6413 എന്തല്ല? 3ന്റെ ഗുണിതം അല്ല. ഓക്കെ, ഇനി അടുത്തത് 12, 15, 18 എന്നീ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം. ഏറ്റവും വലിയ പൊതുഘടകം എന്ന് പറഞ്ഞാൽ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് എന്ന് വെച്ചാൽ അത് ആരാണ്? HCF ആണ് അല്ലെ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. 12ന്റെയും 15ന്റെയും 18ന്റെയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 12, 15, 18 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 3 സംഖ്യകളെയും ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ 3 ആണ്. ചെയ്തു കഴിഞ്ഞാൽ 4 × 3 12 ആണ്. 5 × 3 15 ആണ്. 6 × 3 18 ആണ്. അപ്പം ഇവിടെ വരുന്നത് ഇനി എനിക്ക് ഇവിടെ ഹരിക്കാൻ പറ്റുമോ? 4നെയും 5നെയും 6നെയും കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഏറ്റവും വലിയ പൊതുഘടകം അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ആരാണ്? 3 ആണ്. ആരല്ല? 360 അല്ല. അപ്പം ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ല. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. 4ാമത്തെ ഓപ്ഷൻ ശരിയാണ്. പക്ഷെ അത് നോക്കിക്കേ, 7824 എന്ന സംഖ്യ 4ന്റെ ഗുണിതമാണ്. ഒരു സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയിലെ അവസാന 2 അക്കം അല്ലെ, ആ സംഖ്യയിലെ അവസാന 2 അക്കങ്ങൾ എടുക്കുന്നു. ആ 2 അക്കം 4ന്റെ ഗുണിതാണോ നോക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റത്തെ 2 അക്കങ്ങൾ ആരൊക്കെയാ? 24 ആണ്. 24 ഉറപ്പായിട്ടും 4ന്റെ ഗുണിതം ആണ്. 4 × 6 ആണ് 24. അപ്പൊ ഈ 24 4ന്റെ ഗുണിതം ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം 7824 എന്ന സംഖ്യ 4ന്റെ ഗുണിതം ആണ്. അപ്പം ഈ ആൻസർ ആയിരിക്കും അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ എന്ത് വരിക? കറക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടും? 3ന്റെ ഗുണിതം എങ്ങനെയാണ് പരിശോധിക്കുക? 4ന്റെ ഗുണിതം എങ്ങനെയാണ് പരിശോധിക്കുക?
HCF, അഭാജ്യ സംഖ്യ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 3ഉം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ കേട്ടറ്റിന്റെ ഇനിയും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.